ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ചെറിയ പെരുന്നാൾ ആശംസകൾ. ഇവിടെ സമയം വന്നിട്ട് 6:15. നാട്ടിലത്തെ പോലെയല്ല, സൂര്യ ഉദിച്ച് വരുന്ന സമയത്താണ് ഇവിടെ നമസ്കാരം തുടങ്ങുക. അപ്പോൾ പെരുന്നാൾ നമസ്കാരത്തിന് ഞാൻ വേണ്ടി പോവാണ്. നോമ്പല്ല, നമുക്കിവിടെ 29 നോമ്പ് കിട്ടിയിട്ടുള്ളൂ, 30 നോമ്പ് കറക്റ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ചെറിയ പെരുന്നാളാണ്. പെരുന്നാൾ ആശംസകൾ എല്ലാവർക്കും ഒരിക്കൽ കൂടിയിട്ട്. അപ്പോൾ ചെറിയൊരു വ്ളോഗാണ്, പെരുന്നാളിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോസാണ്. തക്ബീർ പള്ളിയിൽ തുടങ്ങിയിട്ടുണ്ട്, ഞാൻ നമസ്കരിക്കാൻ വേണ്ടി പോവാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. الصلاة جامعة صلاة عيد الفطر مبارك يرحمكم الله. ونحن نستقبل عندنا في عام المجتمع تستوقفنا آية عظيمة جاءت لآيات الصيام موحدة ولقيم البر معددة. يقول الله عز وجل فيها: ليس البر أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر. അങ്ങനെ സുഹൃത്തുക്കളെ, നമസ്കാരം എല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. പള്ളിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് പിന്നെ ആരും പുറത്തേക്ക് പോകില്ല, അപ്പോഴേ ഫുള്ളായിട്ടുണ്ടാവും. പിന്നെ ഇത്രയും ആൾക്കാർ വേറെ നിവൃത്തിയില്ല, ഇവിടെ റോട്ടിൽ തന്നെ നമസ്കരിക്കുക. അത് എല്ലാ കൊല്ലം അങ്ങനെ തന്നെയാണ്. പിന്നെ മാത്രമല്ല, ബാക്കിലെല്ലാം പോലീസ് അവിടെ റോഡെല്ലാം ബ്ലോക്ക് ആയിട്ടുണ്ടാകും. അപ്പോൾ അതിന് അവർക്കറിയാം, അതിന് ഈ റൂട്ടിലേക്കുള്ള പോലീസിനെ ഡ്യൂട്ടി നിയമിച്ച് കാരണം അവരവിടെ വന്ന് വണ്ടികളെല്ലാം ബ്ലോക്കായി നിൽക്കും. എല്ലാവരും പിരിഞ്ഞ് പോവുകയാണ്. എല്ലാവരും കെട്ടിപ്പിടിച്ച് ഹക്കെല്ലാം ചെയ്ത് ഈദ് മുബാറക്കെല്ലാം പറഞ്ഞ്, അത് അറിയണവരും അറിയാത്തവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈയെല്ലാം കൊടുത്ത് ഇതാക്കി പോകുന്ന കാഴ്ചകളാണ് കാണുന്നത്. പ്രവാസികളായ അവരുടെ ഈദ് ഒരു ആഘോഷം, അതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. കൂട്ടത്തോടെ എല്ലാവരും പിരിഞ്ഞു പോവാണ്. എല്ലാവരും ഫോട്ടോസ് എല്ലാം എടുത്ത് നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നതും ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഫോട്ടോകൾ എടുക്കുന്നതും ആ ഒരു കാഴ്ചകളൊക്കെ ഞാൻ കണ്ടിട്ട് ഇങ്ങനെ ഈ ഇടയിലൂടെ ഞാനും വീഡിയോസ് ഉണ്ടാക്കി പോവട്ടാ. എല്ലാവരും കണ്ടില്ല, അവിടെ അങ്ങനെ കൂട്ടം കൂടി നിൽക്കണ കണ്ടില്ല. അവരൊക്കെ അവരുടെ നാട്ടിലത്തെ ആൾക്കാർക്ക് വീഡിയോസ് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ പല ഗ്രൂപ്പുകളുണ്ടല്ലോ, ഗ്രൂപ്പുകളുടെ ഒരു മത്സരമാണ് ഇപ്പം. നാട്ടിൽ ഇന്ന് പെരുന്നാളല്ല, അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഫോട്ടോസ് നാട്ടിലത്തെ അയച്ചു കൊടുക്കും. അപ്പോൾ നാളെ നാട്ടിലത്തെ ഫോട്ടോസ് ഇങ്ങോട്ട് അയച്ചു കൊടുക്കും ഗ്രൂപ്പ് വഴി. ഗ്രൂപ്പും സോഷ്യൽ മീഡിയയിലെല്ലാം ഫോട്ടോ പങ്കുവെക്കലും അതൊക്കെയാണ് പെരുന്നാളിൻ്റെ ഒരു ആഘോഷം. കണ്ടില്ല, ദുബായ് പോലീസ് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വണ്ടികൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണ്ടില്ലേ, അതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. അതൊക്കെ എൻജോയ് ചെയ്യണം, അതിനൊക്കെ സഹായിച്ച് നിൽക്കുകയൊക്കെ ചെയ്യും ഇവിടുത്തെ പോലീസ്. പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. ദുബായ് പോലീസിൻ്റെ ഓരോ വീഡിയോസും നിങ്ങൾ മുമ്പ് എല്ലാം കണ്ടിട്ടുള്ള അതേപോലെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഗ്രൂപ്പായിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ ഇട്ടുകണ്ടില്ലേ. അതൊക്കെ തന്നെ കേട്ടോ പ്രവാസികളുടെ ഇതിൻ്റെ ആഘോഷം എന്ന് പറഞ്ഞ് കുറച്ച് വൈകിട്ട് ഞാൻ ആൾക്കാരൊന്നും ഇറങ്ങുവേ മാർക്കറ്റിലേക്ക്. ആ വീഡിയോസ് ഞാൻ വേറൊരു വീഡിയോസ് ആക്കിയിട്ടാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ദേര ബനിയാസ്കോർ ആ ഭാഗത്തെ കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ റൗണ്ട് അടിച്ച് വീഡിയോസ് ഉണ്ടാക്കി പോവാണ്. അത് കഴിഞ്ഞ് നേരെ റൂമിൽ പോയിട്ട് പിന്നെ നമുക്ക് ചായ കുടിക്കാൻ പോകണം. അപ്പോൾ മലബാർ പ്ലാസ എന്നിട്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ നിന്നാണ് സാധാരണ ഞാൻ ചായ നാസ്തെല്ലാം കഴിക്കാറ്. അപ്പോൾ അവിടെ പോയിട്ട് നാസ്തെല്ലാം കഴിക്കണം. അങ്ങനെ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു അടിപൊളി വീഡിയോസാണ്. അങ്ങനെ ചെറിയൊരു വീഡിയോസാണ്. തുടർന്ന് എല്ലാവരും വീഡിയോസ് കാണാൻ, വീഡിയോ ഇഷ്ടപ്പെടുത്തുന്ന സപ്പോർട്ട് ചെയ്യേ. ഓക്കെ.
അങ്ങനെ സുഹൃത്തുക്കളെ എല്ലാവരും കണ്ടില്ലേ, എൻജോയ് ചെയ്തിട്ട് വീഡിയോസ് ഉണ്ടാക്കണം, ഫോട്ടോസ് ഉണ്ടാക്കണമൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അങ്ങനെ ഞാനിതെങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ നമ്മളെ റൂമിലേക്ക് പോകാണ്ട്. അത് കഴിയുന്നുണ്ടല്ലോ നമുക്ക് ഇതെല്ലാം നാശ കഴിക്കാനെല്ലാം പോകാണ്ട്. ഈ റോഡ് അങ്ങനെ ക്രോസ് ചെയ്തിട്ട് നേരെ പോകുന്ന നമ്മളെ ബിൽഡിങ്ങിൻ്റെ കൊടുക്കണം. നമ്മൾ നമസ്കരിച്ചതെല്ലാം ഇവിടെ എല്ലാ ആൾക്കാരും തന്നെ എത്തിട്ടായി, ഫുള്ള് ഇവിടെ ആൾക്കാരെല്ലാം പോയി തുടങ്ങി. ഫാമിലി ആയിട്ടും ആൾക്കാരെല്ലാം ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കണം നിങ്ങളത് കാണുന്നത്. ഇനി അത് മാത്രമല്ല, കുറച്ച് കഴിയുന്നുണ്ടല്ലോ ആൾക്കാർ മൊത്തത്തിലേക്കിട്ട് ഇറങ്ങൂട്ടാ ഒരു വഴിയേറ്റ്. ഇതിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ സൈക്കിൾ ട്രാക്ക് കേട്ടോ, അതിലൂടെയാണ് ഇനിയിപ്പോൾ സൈക്കിൾ ഓടിക്കാൻ പാടുള്ളൂ. ഇതിവിടുത്തെ പുതിയ ഒരു നിയമമാണ്. അങ്ങനെ ഞാൻ വീണ്ടും നമ്മളെ റൂമിൽ നിന്ന് ലിഫ്റ്റ് ഇറങ്ങിയിട്ട് ഞാൻ നാസ്ത കഴിക്കാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ. ഇതെന്നാ സുഖമല്ല, ഇത് മുബാറക്ക്. സഞ്ജു ओ श्रीनु आ रहे श्रीनु श्रीनु ईद मुबारक हो, पूरे खाना लेके आया. അങ്ങനെ നേരത്തെ കണ്ടതാണ് കേട്ടോ, നമ്മളെ ബിൽഡിങ്ങിലുള്ള ആൾ സ്റ്റാഫുകൾ തന്നെയാണ്, ക്ലീനിങ്ങിൻ്റെ സ്റ്റാഫാണ്. അവർക്ക് 2 ആൾക്ക് ഇന്ന് 2 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടാവും. അപ്പോൾ ഒരാൾ അവർക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നതാണ് കാണുന്നത്, ചായക്ക് നാസ്ത കഴിക്കാനുള്ള. അവന് നൈഫി എന്ന് പറഞ്ഞ സമയത്ത് അവിടെ ഒരു ഹോട്ടൽ തുറന്നിട്ടുണ്ട്. അവിടെ നിന്ന് അവർക്കുള്ള ദോശയും ചട്നിയും സാമ്പാറൊക്കെ ഇട്ടാൽ വന്നതാണ് കാണുന്നത്. എനിക്ക് നാസ്ത കഴിക്കാൻ വേണ്ടി പോകണം. നമ്മളിവിടെയുള്ള എല്ലാ കടകളും മടവട്ട, കുറച്ച് കഴിയുന്നുണ്ടല്ലോ ഇത് വൈകിട്ടാവും ചിലപ്പോൾ തുറക്കുക. അതും 1-2 തുറന്ന് ബാക്കി കംപ്ലീറ്റ് അടവാണ്. അവിടെ വലിയ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ട് മദീന, അവരൊക്കെ ഒന്ന് ഫുൾ അടവാണ്. പക്ഷെ അവർക്കൊന്നും ഡ്യൂട്ടിയില്ല. പെരുന്നാളിന് കൊല്ലത്തിൽ ഒരു ലീവ് കിട്ടണതാണിത്. അതിപ്പോൾ ഞാൻ ഇന്നലെ ചോദിച്ചപ്പോൾ കിടന്ന് ഉറങ്ങാന്നാണ് പറഞ്ഞത്. അവരൊന്നും എടുക്കും പോകില്ല, അവരൊക്കെ 10-12 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ടൗണിലൂടെ. ഞാനിങ്ങനെ നടന്നു പോവാണ്. നമുക്ക് നാസ്ത കഴിക്കുന്നവർക്കും പോകുന്ന ആ വഴിയത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ച് പോവുക. കടകളൊക്കെ അടവാനുണ്ട് മാർക്കറ്റിൽ. ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാലാണ് ഇറങ്ങുള്ളൂ. ഒരു 4 മണിക്ക് ശേഷം കൂടുതൽ ആൾക്കാർ വന്നു തുടങ്ങുക. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ഉണ്ടാക്കി പോണ സമയത്ത് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കഴിച്ചിട്ട് പോകാമെന്ന് മാത്രം. ഇന്നലെ രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ പൊന്നെ ആ മാതിരി ആൾക്കാരായിരുന്നു കേട്ടോ. എന്താ ഫുള്ള്, എല്ലാ തുണിക്കടയും ഫുള്ളായിരുന്നു. നമുക്ക് ഒരു കൂട്ടാനൊക്കെ ഡ്രസ്സ് എടുക്കാണ്ടായിരുന്നു. അവനക്ക് കുറേ കടയിലൊക്കെ കയറിയിട്ടാണ് സാധനം കിട്ടിയ, അളവിൽ കിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ തെരുവായി പോയി. തെരുവ് അവരോട് ഞാൻ 2 ദിവസം മുമ്പ് വിളിച്ചിട്ടോ വന്നില്ല. അപ്പോൾ ഞാനൊക്കെ പിന്നെ നേരത്തെ എടുത്ത്. പിന്നെ തെരുവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തപ്പി കിടിച്ച് അവനക്ക് 42 സൈസാണ് വേണ്ടിയത്. കുറച്ച് തടിയുള്ള ആളാണ്. അപ്പോൾ അവനക്കതൊക്കെ എടുത്ത് അങ്ങനെ നമ്മളിത് നേരെ ഇതിലേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കട എത്താനായിട്ടുണ്ട്. അവിടുത്തെ നല്ല അടിപൊളി മറ്റേ ഇതാണ് നെയ്പ്പത്തിരിയും പിന്നെ ബീഫ് കറി ആയിരുന്നിട്ട് നമ്മളെ ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ സുഹൃത്തുക്കളെ നാസ്തെല്ലാം കഴിച്ചിറങ്ങിയിട്ട് അങ്ങനെ റൂമിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ പെരുന്നാൾ നമസ്കാരവും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോസ് തന്നെയായിരുന്നു. നല്ല അടിപൊളി നെയ്പ്പത്തിരിയും പിന്നെ ബീഫ് കറി ആയിരുന്നു. നാട്ടിലത്തെ ആ ഒരു ഇതെല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് ഇവിടെ മിസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അതൊന്നും ഒരു ഇതും വരുത്താതെ നമ്മൾ നാസ്തെല്ലാം കഴിച്ച് നേരെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോസ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് മുബാറക്ക്, ചെറിയ പെരുന്നാൾ ആശംസകൾ. വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കും. ഓക്കെ, ബൈ ബൈ.